ഇത് ദേ ഹാവ് ടു മേക്ക് ദിസ് സെറ്റ് മെറ്റൽ, അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഒരു തട്ടിന് പോയിട്ടുണ്ട് കേട്ടോ എന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ എക്സ്പൾസ് 210 ഓവർ ദി എക്സ്പൾസ് 200. കാരണം വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് വൈൻസ് ആൻഡ് വണ്ടീസ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എക്സ്പൾസ് 210, ഏറ്റവും പുതിയ മോഡൽ എക്സ്പൾസ് 210 2025. പക്ഷെ 2 മാസമായി ഇറങ്ങിയിട്ടുണ്ട്, 2-3 മാസമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ 2 ദിവസം മുമ്പ് നമ്മൾ SD അഡ്വഞ്ചർ 2025 ഒരു വീഡിയോ ചെയ്യാനൊരു ചാൻസ് കിട്ടി. ഞാൻ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട്, യു വാച്ച് ഇറ്റ് ആഫ്റ്റർ ദിസ് വീഡിയോ. പക്ഷെ ഈ ഒരു വണ്ടിയും ആ വണ്ടി തമ്മിൽ കുറെ സിമിലാരിറ്റീസ് ഉണ്ട് കുറെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ഒരു വണ്ടി കമ്പാരിസൺ വിത്ത് SD അഡ്വഞ്ചർ ചെയ്തുകൂടാ, സിമിലർ പ്രൈസ് റേഞ്ചിലുള്ള 2 വണ്ടികളാണ്. പക്ഷെ ഈ വണ്ടി ഓടിച്ചതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ വണ്ടിയുടെ ഫീലാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ വണ്ടി ലോട്ട് ഓഫ് ഡിഫറൻസ് കമ്പയർഡ് ടു എക്സ്പൾസ്, എസ്പെഷ്യലി ഈ ഒരു DFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം കുറേയൊക്കെ കോസ്മെറ്റിക്കലി ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വണ്ടിയും പഴയ എക്സ്പൾസും വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടും കുറച്ചും കൂടെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമല്ല, ടെക്നിക്കലി വണ്ടിയുടെ ഒരു എൻജിൻ വൈസ് നോക്കാൻ നേരത്തും വണ്ടിക്ക് ഭയങ്കര ഡിഫറൻസസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്തുള്ള ഒരു ഫീലും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും അതിൻ്റെ സ്പെക് ഷീറ്റ് റിവ്യൂവും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട. വേണമെങ്കിൽ കുറച്ച് പുതിയ ടെക്കുകൾ മാത്രം പറയാം. സ്പെക് ഷീറ്റ് വെച്ച് നോക്കാൻ നേരത്തെ ഇതിനകത്ത് പുതിയൊരു DFT ഡിസ്പ്ലേ വെച്ച് വരുന്നുണ്ട്. അത് ഭയങ്കര ലെജിബിൾ ആണ്. ആൻഡ് RPM ഗോസ് ഓൾ ദ വേ ടിൽ റെഡ് ലൈൻസ് ഗൈസ്. അത് ഭയങ്കര സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ആ ഒരു മിഡ് റേഞ്ച് ആണ്. പിന്നെ അതിനുശേഷം കുറച്ചൊരു അൺറിഫൈൻഡ് ആയിട്ടുള്ള ബിഹേവിയർ വരും ലോവർ ഗിയേഴ്സിൽ. പക്ഷേ ഈ സ്വീറ്റ് സ്പോട്ടിൽ നമ്മുടെ അപ്പർ ഗിയറിലാണെങ്കിൽ ഒരു തരത്തിലുള്ള റിഫൈൻമെന്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ല. ഒരു 4 to 5 അല്ലെങ്കിൽ 6 RPM മേളിൽ ഒരു പൊടിക്ക് ചെറുതായിട്ടൊരു സ്ട്രെസ് ലെവൽസ് എഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ട് ലോവർ ഗിയേഴ്സിൽ. ആൻഡ് ദ ബൈക്ക് ഈസ് ഫൈൻ വിത്ത് ഇറ്റ്. നിങ്ങൾക്ക് ഒരു 7000 RPM മേളിൽ ക്രൂസ് ചെയ്യാൻ നേരത്ത് 100+ ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ കൺസേൺ ആണ്. ബൈക്ക് ഈസ് ഓക്കെ വിത്ത് ഇറ്റ്. ഇനി നമുക്ക് പുതിയ ടെക്കുകൾ നോക്കാം. ഈ ഡിസ്പ്ലേക്കകത്ത് തന്നെ കുറേ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പോയിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പിന്റെ ഫ്യൂൽ എക്കോണമിയും ഈ ട്രിപ്പ് എത്ര സമയം കൊണ്ട് കവർ ചെയ്യുന്നുള്ളതും എല്ലാം നമുക്ക് ഈ സ്വിച്ചസ് വെച്ച് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ ഇതാണ്ട് എത്ര ആവറേജ് സ്പീഡ് നമ്മളെടുത്തു, ആവറേജ് കിലോമീറ്റർ പെർ ലിറ്റർ, എത്ര ലിറ്റേഴ്സ് കൺസ്യൂം ചെയ്തു ഈ ട്രിപ്പിന് വേണ്ടിയിട്ട്, ആൻഡ് ടൈം കൺസ്യൂംഡ് ഫോർ ദിസ് ട്രിപ്പ് എല്ലാം നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് യു പ്രസ് ആൻഡ് ഹോൾഡ് ദിസ് ബട്ടൺ നമുക്കത് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. എല്ലാം ഭയങ്കര ലെജിബിൾ ആണ് ഗൈസ്. അടുത്ത് എത്രത്തോളം ക്യാമറയിൽ കാണാൻ പറ്റുന്ന അറിയത്തില്ല, എനിക്ക് നല്ല വൃത്തിക്ക് കാണാം. ഇതാണ് ടൈം എടുത്തത് ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ടെക് ലോഡാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻഫർമേഷൻസ് കാര്യങ്ങളും ഈ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേക്കകത്ത് വന്നിട്ടുള്ള പുതിയ ചേഞ്ച് എന്ന് വെച്ചാൽ ഈ ബട്ടൺ ഉണ്ടല്ലോ, താഴത്തോട്ടുള്ള ബട്ടൺ നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഗോസ് ടു ABS മോഡ്സ്, റോഡ്സ്, ട്രെയിൽ ആൻഡ് ഓഫ് റോഡ്. അപ്പം ട്രെയിൽ മോഡാണ് ഇതിനകത്ത് അന്യായം എന്ന് പറയുന്ന സാധനം. ട്രെയിൽ മോഡ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഓൺ റോഡ് ഓടിക്കാം, ഓഫ് റോഡ് ഓടിക്കാം. ABS കട്ടാവും, ബാക്കിൽ ABS ഫുള്ള് കട്ടാവും, ഫ്രണ്ടിൽ ABS മാത്രം കുറച്ച് ചെറിയൊരു ഇൻഡോവേഷൻ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് കാണിച്ചു തരാം എന്താണ് അതിൻ്റെ പരിപാടി എന്നുള്ളത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഫോം ഫൈറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അത്യാവശ്യം നമ്മുടെ ഈ സ്ഥലം കുളമാക്കിയിട്ടുണ്ട്. അവിടെ ഒരു മഡും ഒരു സാൻഡ് ഡെപ്പോഷനെ കിട്ടിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വണ്ടി നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വണ്ടിയുടെ ടയറിന് എത്രത്തോളം താഴോട്ട് മുങ്ങിപ്പോയാലും കയറി വരും.
താങ്ക്സ് ടു ദിസ് 21 സെക്ഷൻ ടയേഴ്സ് ഇൻ ദ ഫ്രണ്ട്. ആൻഡ് ഇത് നല്ല ഓഫ് റോഡ് ഗ്രിപ്പാണ് കേട്ടോ ഈ 21 സെക്ഷൻ എന്ന് പറയുന്ന നേരത്ത്. പക്ഷേ ഓൺ റോഡിലോട്ട് ഇറങ്ങാൻ നേരത്ത് ഈ 21ന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഒരു എന്താ പറയുക, ഒരു ഗ്രിപ്പും കാര്യങ്ങളും നമുക്കൊരു ഫീഡ്ബാക്ക് വലിയ രീതിയിൽ കിട്ടത്തില്ല. കാരണം 21 ഇറ്റ്സ് മെന്റ് ഫോർ ഓഫ് റോഡ്. ഈ ഒരു രീതിയിലുള്ള ടെറൈൻസിനകത്ത് ട്രെയിൽസ് ആണ്. ട്രെയിലിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്കിഡ് ചെയ്ത് നല്ലൊരു ഫീഡ്ബാക്ക് ഒക്കെ ചെയ്തെടുത്തുകൊണ്ട് പോകാൻ പറ്റും. നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും വണ്ടി ഓടിക്കാൻ നേരത്ത്. ബാക്കി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് സമാധാനമായിട്ട് സംസാരിക്കാം. അപ്പം ഇതാണ് ഈ വണ്ടിയുടെ ഒരു ഫോം ഫാക്ടർ അല്ലെങ്കിൽ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ എക്സ്പൾസ് വെച്ച് കമ്പയർ ചെയ്യേണ്ട കേട്ടോ, അത് ആ രീതിയിലല്ല ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. എന്നാലും അവിടെ എവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഫോം ഫാക്ടറിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ വെയിറ്റ് ഭയങ്കര കുറവാണ്. നമ്മൾ എക്സ്പൾസ് 210 വെച്ച് നോക്കാൻ 200 വെച്ച് നോക്കാൻ നേരത്ത് ഏകദേശം സിമിലർ വെയിറ്റും കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ വണ്ടി ആസ് എ ഹോൾ ഭയങ്കര ഡിഫറൻസ് ആണ്. നമുക്ക് ആ ഒരു വണ്ടി കൊണ്ടുനടക്കുന്ന കണക്ക് അത്ര ലൈറ്റായിട്ട് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല ഫോർ എ ബിഗിനർ. നിങ്ങളൊരു വലിയ വണ്ടി ഓടിച്ച് ശീലമുള്ള ഒരാളാണെങ്കിൽ ഒരു സെക്കൻഡറി ബൈക്ക് വേണം, ഓഫ് റോഡ് പർപ്പസ് ഒക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഒക്കേഷണൽ കുറച്ചൊരു ഓൺ റോഡും കാര്യങ്ങളും പോകണം, ഒരു ഹൈവേ ടോറിംഗ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ എക്സ്പൾസ് 210 ഓവർ ദി എക്സ്പൾസ് 200. കാരണം എക്സ്പൾസ് 200 ഒരു 80-90ക്ക് ശേഷം ഭയങ്കര ഒരു വൈബ്രേഷനും കുറച്ച് സ്ട്രെസ്ഡ് ആണ് ഇതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. എക്സ്പൾസ് 200ന്റെ 4 വാൽവ് ആയിക്കോട്ടെ, 4 വാൽവിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. 2 വാൽവിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. പക്ഷേ ഇതിനകത്തോട്ട് വരാൻ നേരത്ത് ഇതിന് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്, DOHC ആണ്. അതുകൊണ്ട് സ്ട്രെസ് ലെവൽസ് ഭയങ്കര കുറവാണ്. ഒരു തേർഡിലൊക്കെ ഇട്ട് ഒരുപാട് ഹൈ RPMലോട്ട് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നം അതിന്റെ ഭാഗത്തുനിന്ന് എഞ്ചിനകത്ത് നിന്ന് വരുന്നത്. ഒരു ഫോർത്തിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓൺ സ്വീറ്റ് ടൈം ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് 80 km/h സ്പീഡ്. പക്ഷേ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പീസ് ഓഫ് കേക്ക്, ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. റിഫൈൻഡ് ആയിട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇസിഡമാറിനകത്ത് വരുന്ന സെയിം എഞ്ചിനാണ് ഇതിനകത്തോട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഹീറോ ഹാസ് ഡൺ ആൻ ഇമ്മൻസ് ജോബ് വിത്ത് ദിസ് ബൈക്ക്. ബിക്കോസ് ഇതിനകത്ത് ആ എഞ്ചിൻ ആണെങ്കിൽ പോലും അതിന്റെ കുറെ ക്യാറ്റസ് ഒന്നും ഇല്ല. ഇതൊരു ശരിക്കും പറഞ്ഞാൽ SD-യുടെ മൂത്ത ചേട്ടൻ എന്നൊക്കെ പറയാൻ പറ്റും. SD അഡ്വഞ്ചർ 2025ന്റെ ഒരു മൂത്ത ചേട്ടൻ. എക്സ്പൾസിന്റെ ചേട്ടനാണെന്ന് പറയാൻ പറ്റിയ, എക്സ്പൾസിന്റെ ഒരു വല്യമ്മയുടെ മോനെന്നാണ് എനിക്ക് പറയാം. അല്ലാതൊരു എക്സ്പൾസിന്റെ ചേട്ടൻ എന്ന് പറയാനുള്ള ഒരു ഫോം ഫാക്ടർ പോയി. കാരണം എക്സ്പൾസ് കുറച്ചുകൂടെ നമുക്ക് എന്താ ഒരു ഫ്രീ സൈക്കിൾ ആയിരുന്നു, അത് ഔട്ട്റൈറ്റ് ഓഫ് റോഡ് യൂസ് ആയിരുന്നു. ഇത് കുറച്ചും കൂടെ നമുക്ക് ഓൺ റോഡ് യൂസ് ചെയ്യാം. മിക്സ് ഓഫ് ഓൾ ദ വേൾഡ്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും. ഓക്കെ, ഈ വണ്ടിനെ ആരൊക്കെ നോക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ബഡ്ജറ്റ് കുറവാണ് ആൻഡ് യു വോണ്ട് ആൻ ഓഫ് റോഡ് ആൻഡ് ഒക്കേഷണൽ ആയിട്ടൊരു ഓൺ റോഡ് ഹൈവേ ക്രൂസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസിലി ഒരു 90 to 100 ക്രൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ഇത്. ആൻഡ് യു വോണ്ട് ആൻ ഔട്ട്റൈറ്റ് പവർ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ദി SD അഡ്വഞ്ചർ ഓവർ ദിസ് ബൈക്ക്. പക്ഷേ ഭയങ്കര ഡിഫറൻസ് ആണ് പ്രൈസിൽ വരുന്നത്. മാത്രമല്ല കൊണ്ടു നടക്കാനുള്ള ഈസിനെസ്സും സർവീസിന്റെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഹീറോ ഹാസ് ഡൺ വെരി നൈസ് ജോബ് വിത്ത് ദിസ് ബൈക്ക്. ആൻഡ് TST ഡിസ്പ്ലേ ഉണ്ട്. ഈ TST ഡിസ്പ്ലേയിലോട്ട് വരാൻ നേരത്ത് നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. കാരണം നമ്മളെങ്ങനെ പറയുന്നത്, ഒരു KTM Duke 390 കാണുന്ന കണക്കത്തെ ഒരു കൺസോളും കാര്യങ്ങളുമാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതൊന്നും വേറെ വണ്ടികൾ ഇപ്പോഴും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടി നല്ലൊരു ഓപ്ഷനാണ്. ഇഫ് യു ആർ കമ്മിങ് ഫ്രം എ സ്കൂട്ടർ ഓർ 150cc ബൈക്കിൽ അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം എഞ്ചിൻ ഒട്ടും സ്ട്രെസ്ഡ് അല്ലാത്തതുകൊണ്ട് ഒരു ഹൈ സ്പീഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. എൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 6 feet ആണ്. അപ്പോൾ 6 feet ഉള്ളവർക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാം. രണ്ട് സൈഡിലും പ്ലാന്റഡ് ഫുട്ട് ഉണ്ട്. 6 feet ഉള്ള ഒരാൾക്ക് എക്സ്പൾസ് റാലി എഡിഷൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളത്. അതിനകത്ത് ടിപ്റ്റോ ആണ്. ഇതിനകത്തൊക്കെ കറക്റ്റ് പ്ലാന്റഡ് ഫുട്ടാണ്. ഒരു 5.5 അല്ലെങ്കിൽ 5.6 ഉള്ളവർക്ക് തന്നെ സുഖമായിട്ട് ഈ ബൈക്ക് കൊണ്ടു നടക്കാം. ആൻഡ് ബൈക്ക് ഫീൽ സോ റിജിഡ് ആക്ച്വലി. നമുക്ക് ആ വണ്ടി ഓടിക്കുമ്പം ഒരു നല്ല എഞ്ചിനീയർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. മറ്റേ പല ഫേമസ് വണ്ടികളിലും ഉള്ള വൈബ്രേഷനും കാര്യങ്ങളും ഇതിനകത്ത് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഒരു ഫുഡ് പെക്സിന്റെ കാര്യം എടുത്താൽ പോലും നല്ല റിജിഡ് ആയിട്ടുള്ള ഫുഡ് പെക്കും കാര്യങ്ങളുമാണ് ഹീറോ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഫ്രണ്ടിലത്തെ ഫുഡ് പെക്കിൽ ഒരു 3rd ഗിയറിലൊക്കെ ഇട്ട് 1 RPM കയറ്റാൻ നേരത്ത് നമ്മളൊരു അഗ്രസീവ് ആയിട്ട് ഓടിക്കാൻ നേരത്ത് ചെറിയൊരു വൈബ്രേഷൻ ഫ്രണ്ടിലത്തെ ഫുഡ് പെക്കിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ ബൈക്ക് ഇത്രയും ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ബിക്കോസ് ഓഫ് റോഡ് വണ്ടിയാണ്. ഇതിനകത്ത് ഈ സാധനമൊക്കെ ഫൈബറാണ്, തറ വീണാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതിനൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു തരത്തിലുള്ള ഗേജോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. കൊടുത്തേക്കുന്ന ആകത ഈ ചെറിയൊരു ക്രാഷ് ഗാർഡാണ് വരുന്നത്. അത് വണ്ടി താഴോട്ട് വിട്ടാൽ ഫസ്റ്റ് ഇതായിരിക്കും ഉരയുന്നത്. ഇതൊക്കെ ഫൈബറാണ്, അപ്പം ഇതെല്ലാം ഒടിഞ്ഞു പറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ദേ ഹാവ് ടു മേക്ക് ദിസ് സെറ്റ് മെറ്റൽ, അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഒരു തട്ടിന് പോയിട്ടുണ്ട് കേട്ടോ. ഒരു സ്ക്രൂ താണ്ട പോയി ഇളകി വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പം ചെറിയൊരു തട്ടാണെങ്കിൽ പോലും ഈ സാധനങ്ങളൊക്കെ ഇളകി വരാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതല്ലാതെ വേറെ ഡീമെറിറ്റ്സ് ആയിട്ടൊന്നും പറയാനില്ല. ബ്രേക്കിംഗ് ഈസ് റിയലി ഗുഡ്. ബ്രേക്കിംഗ് ഇമ്മൻസ്ലി ഗുഡ് ആണ് ഇൻ ട്രെയിൽ മോഡിൽ ബാക്കിലത്തെ ABS കട്ടാവും. ഫ്രണ്ടിലത്തെ ABSന്റെ ഇന്റർവെൻഷൻ വളരെ 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 ചുരുക്കം ഒരു ഇന്റർവെൻഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബ്രേക്കിംഗ് അല്ല ഈ വണ്ടിയിൽ വരുന്നത്. നിങ്ങൾ റോഡ് മോഡ് ഇട്ട് പോകാനാണെങ്കിലും 2 ABS നല്ല രീതിയിൽ വർക്ക് ചെയ്യും.
അതർവൈസ് ട്രെയിൽ മോഡ് ആണെങ്കിൽ ബാക്ക് ABS ഫുള്ള് കട്ടാണ്. ഞാൻ ബാക്ക് ബ്രേക്ക് അധികം യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ ഫോർ മീ. ബാക്ക് ബ്രേക്ക് ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ട്രെയിൽ മോഡ് ഇട്ട് ഓൺ റോഡ് യൂസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വേണ്ട, ചെയ്യേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ക്രാഷ് ഗാർഡിൽ ആവശ്യമുണ്ടെങ്കിലും അവർ ഈ ഒരു സാധനത്തിനകത്ത് കുറച്ച് ക്യാഷ് ഇട്ടിട്ടുണ്ട്. നല്ല സ്റ്റഡി ആയിട്ടുള്ളൊരു സാധനം അവിടെ കൊടുത്തേക്കുന്നത്. എവിടെയെങ്കിലും സ്റ്റക്കായി പോയാൽ വലിച്ച് കയറ്റാനൊക്കെ. വെയിറ്റ് ഭയങ്കര കമ്മിയായതുകൊണ്ട് സുഖമായിട്ട് വലിച്ച് കയറ്റാനും പറ്റും. അതാണ് ഈ ഒരു വണ്ടിയുടെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. വെയിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചിട്ടുമുണ്ട്, എന്നാൽ ഒരു ഓൺ റോഡ് കേപ്പബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ലെങ്തും കൂട്ടി, ആ ഒരു സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും എല്ലാം കുറച്ചുകൂടെ വന്നു. വീൽ ബേസ് കുറച്ച് കൂടുതലാണ്. റെക്ടാങ്കിൾ കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു റെക്ടാങ്കിൾ കുറച്ചും കൂടെ ഒരു ഓഫ് റോഡ് സെൻട്രിക്ക് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ഗോ ഫോർ നൈസ് ഓഫ് റോഡ് ടയേഴ്സ് ആൻഡ് ഓൾ, നല്ലൊരു വണ്ടിയാണ്. നല്ല ഓഫ് റോഡിന് കൊണ്ട് നടക്കാം. അതേ കണക്ക് എക്സ്പൾസ് കണക്ക് ഓഫ് റോഡ് പറ്റത്തില്ല. എക്സ്പൾസ് 200 കണക്ക് ഓഫ് റോഡ് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറച്ചുകൂടെ ലൈറ്റർ വണ്ടിയാണ്. പിന്നെ ഹൈ RPM കയറി നിൽക്കും. ഇതും RPM ഹൈയിൽ കയറി നിൽക്കുമെന്ന് ചോദിച്ചാൽ ഒരു 3000 to 6000 ഇതിന്റെ ടോട്ടൽ 23 PS പവറും വരുന്നത്. 24 PS ഉണ്ടെന്ന് തോന്നുന്നു. 24 PS പവറും വരുന്നത് ആ ഒരു 3000 RPM വരുന്നുണ്ട്. 3000 to 5000. മിഡ് റേഞ്ച് ഇസ് ബ്യൂട്ടിഫുൾ ഗൈസ്. ഒരു സിറ്റി റൈഡിൽ നല്ല വൃത്തി കൊണ്ടടക്കാം. ഒരു ആഫ്റ്റർ 6000 കുറച്ചൊരു എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു ലോവർ ഗിയേഴ്സിൽ ചെറിയ സ്ട്രെയിൻ ഉണ്ട്, അപ്പർ ഗിയേഴ്സിൽ ആ ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. കുറേ ഓടിച്ചിട്ടുണ്ട് നമ്മൾ, കുറച്ച് കറക്കവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്കകത്ത്. ബാക്കി നമുക്ക് ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. പിന്നെ വണ്ടിയിൽ കയറാനായിട്ടാണെങ്കിൽ കണ്ടോ, നമ്മളിങ്ങനെ കയറി നിന്നാൽ പോലും എർഗണോമിക്സ് വൈസ് ഇറ്റ് ഈസ് റിയലി നൈസ്. നമുക്ക് നല്ലൊരു ഇത്ര ഹൈറ്റുള്ള ആൾക്കാർക്ക് പോലും നല്ല രീതിയിലൊരു ഹാൻഡിലോട്ട് റീച്ച് ഉണ്ട്. ഇപ്പം ചില വണ്ടികളൊക്കെ നമ്മൾ ഓഫ് റോഡ് സെൻട്രിക് ബൈക്സ് യൂസ് ചെയ്യാൻ നേരത്ത് എണീച്ച് നിന്ന ഹാൻഡിലോട്ടുള്ള റീച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ സ്ട്രാഡിൽ ചെയ്ത് പോകാൻ നേരത്ത്. പക്ഷേ ഇതിനകത്ത് ഹാൻഡിൽ റീച്ച് വളരെ നല്ല രീതിയിലുണ്ട്. നമുക്ക് കുനിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. വണ്ടി ഭയങ്കര ബാലൻസ്ഡ് ആണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് എക്സ്പൾസ് ചെയ്തിട്ടുള്ളത്, ഹീറോ അത് ചെയ്തിട്ടുള്ളത്. പിന്നെ സീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞില്ല. സീറ്റ്സ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. പില്ലിയൻ കംഫർട്ട് ഒരു പൊടിക്ക് കുറവാണ്. നമ്മളെ ക്യാമറമാൻ ഇരുന്നിട്ട് ക്യാമറമാൻ്റെ നിയമങ്ങൾക്ക് അത്ര വലിയ സുഖവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. അത് എന്തെങ്കിലും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കും. വലിയൊരു ടാങ്ക് വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുന്നു. ബൈ. ഇപ്പം നമ്മൾ 5ാമത്തെ ഗിയറിലാണ് ഈ ചെറിയ വഴി കൂടെ 40-45 ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എൻജിൻ ഫീൽസ് സോ ബട്ടർലി സ്മൂത്ത് ഗൈസ്. ഒരു പ്രശ്നമില്ല. ഞാൻ ജസ്റ്റ് 4th ഡൗൺ ചെയ്തിട്ട് ഏകദേശം നല്ല രീതിയിൽ സ്പീഡ് കുറച്ചിട്ടാണ് ഈ ഒരു വളവ് എടുക്കുന്നത്. എന്നാലും എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള നോക്കോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ സോൾസ് ഗൈസ്. ഈ ഒരു സ്പീഡിൽ നിന്ന് നല്ല രീതിയിൽ മേലോട്ട് പുള്ളും ചെയ്യുന്നുണ്ട്. നോക്കിങ്ങോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആൻഡ് ഈവൻ ഈ ഒരു ചെറിയ സ്പീഡിലാണെങ്കിൽ നമുക്ക് 5ാമത്തെ ഗിയറിൽ സുഖമായിട്ട് പോകാനും പറ്റും. അപ്പോൾ എഞ്ചിൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫുൾസ് ഈ 5ാമത്തെ ഗിയറിലിട്ട് തന്നെ സ്ലോ സ്പീഡിൽ നമ്മൾ കൈ കൊടുത്താൽ വേറെ ആവശ്യമൊന്നുമില്ല, അങ്ങ് പൊയ്ക്കോളും. വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരുന്നോളും. ആൻഡ് 6 ഗിയർ യൂസ് ചെയ്യാനായിട്ടുള്ളൊരു സമയം നമുക്ക് അധികം കിട്ടിയിട്ടില്ല. ആൻഡ് ഐ പേഴ്സണലി പ്രിഫർ ടു യൂസ് എ 6 ഗിയർ ആഫ്റ്റർ ലൈക്ക് 80 or 90. അപ്പോൾ നമുക്കൊരു സ്മൂത്ത്നെസ്സിൽ ഇങ്ങനെ ക്രൂസ് ചെയ്തങ്ങ് പോവാം ഒരു 6 ഗിയറൊക്കെ ഇട്ട്. അല്ലാതെ ഒരു നമ്മുടെ സാധാ സിറ്റി യൂസിനും കാര്യങ്ങൾക്കൊക്കെ ഒരു 5th ഗിയർ വരെ നമുക്ക് സുഖമായിട്ട് ചേഞ്ച് ചെയ്ത് കൊണ്ടുനടക്കാം. ബാക്കി സോ ഡയറക്റ്റ്. ഈ ഒരു 21 inch ടയർ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓൺ റോഡിൽ അത്ര മോശമൊന്നുമില്ല. ബട്ട് വി ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദാറ്റ് വീൽ. അതാണൊരു പ്രശ്നം. ഒരു ഡിപ്പൊക്കെ എടുക്കാനാണെങ്കിലും നോട്ട് സോ ബാഡ്. ഒരു ഫീഡ്ബാക്കിൻ്റെ ഒരു ചെറിയ കുറവ് ഫ്രണ്ടിൽ നിന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. വണ്ടി ആസ് എ ഹോൾ ഒരു ഒറ്റ യൂണിറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു യൂട്ടേൺ എടുത്ത് കാണിച്ചു തരാം. യൂട്ടേണൊക്കെ എടുക്കാൻ നേരത്ത് ഭയങ്കര സുഖമാണ് കേട്ടോ. വലിയൊരു ടേണിങ് റേഡിയസ് ഇല്ലാത്തത് കൊണ്ട് വണ്ടി പെട്ടെന്ന് വളഞ്ഞു വരും. നോക്കിങ് ഇല്ലാത്തതുകൊണ്ട് ക്ലച്ച് താങ്ങേണ്ട ആവശ്യവും വലുതായിട്ട് വരുന്നില്ല. സോ യൂട്ടേൺ ഇസ് റിയലി നൈസ്. അത് സിറ്റി ബൈക്കായിട്ട് നല്ല രീതിയിൽ കൊണ്ടുനടക്കാം ഈ വണ്ടി. ആൻഡ് ഓൾസോ വളരെ ചെറിയൊരു ബസ് ഫീൽ വരുന്നുണ്ട് ആ ഒരു ഭാഗത്തുനിന്ന്. ഈ കൈ കൊടുക്കുമ്പോൾ ലോവർ RPM ഇട്ട് നമ്മൾ ഹൈയിലോട്ട് കയറ്റാൻ നേരത്തുള്ള ബസ് ഫീൽ ഉണ്ടല്ലോ, അത് ചെറുതായിട്ടുണ്ട്. ഫുഡ് ബൈക്കിലും ഹാൻഡിൽ ബാറിലും ഒക്കെ ചെറുതായിട്ടൊരു ബസ് ഫീൽ ചെയ്യും. അത് ഹൈ RPM പോകുമ്പോൾ മാത്രം ചെറുതായിട്ട്. സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും സസ്പെൻഷൻ ഇസ് റിയലി നൈസ്. നമുക്ക്
ഒരു അൺഡുലേറ്റിംഗ് ഫീലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ചെറിയൊരു ഹമ്പൊക്കെ ഉണ്ടെങ്കിൽ ചാടി അങ്ങ് പോവാം. അങ്ങനെ സ്പീഡ് കുറയ്ക്കേണ്ട ആവശ്യമൊന്നും വലുതായിട്ടില്ല. ചെറിയ വഴി കൂടെ നമുക്കൊരു തേർഡ് ഗിയറിൽ ഫോർത്ത് ഗിയറിൽ മാറ്റിയിട്ട് രസമായിട്ട് ഇങ്ങനെ ഓടിച്ച് കിടക്കാം. കട്ടറും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ ഒരു വണ്ടിക്ക്. ബ്രേക്സ് ആർ റിയലി നൈസ്. ബ്രേക്സിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല റെസ്പോൺസാണ്. എസ്പെഷ്യലി ഇത് ട്രെയിൽ മോഡ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു നമ്മളിവിടെ സാധാരണ വണ്ടിയൊക്കെ കൊണ്ടിട്ട് അക്രമം കാണിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, വേറെ അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മഡ് ടെറീനോട്ട് കൊണ്ടുപോകുന്ന റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു മഡല്ല സാൻഡിനകത്ത് ഇട്ട് നല്ല രീതിയിൽ നമുക്ക് ട്രെയിൽ അറ്റാക്ക് കണക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് റോൾ ചെയ്ത് നല്ല രസമാണ് ഈ ഒരു ടെറൈനിൽ വണ്ടി ഓടിച്ചു കിടക്കാനേ. ചെറുതായിട്ട് കൂടിപ്പോയി. അപ്പം ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെന്നറിയാം. എന്നാലും ഒരു ഫീലും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഐ ഹോപ്പ് ദിസ് ഇസ് എ റാപ്പ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഗൈസ്. ആൻഡ് നമുക്ക് ചാനൽ ഗ്രോ ആകുമ്പം ഇനിയും വേറെ കുറേ വണ്ടികൾ കൊണ്ടുവരാം. ആൻഡ് ഇറ്റ്സ് എ റാപ്പ്. ബൈ. അതിന്റെ കീഴിൽ കൂടെ